നമുക്ക് സോയാ ചങ്ക്സ് അടിപൊളിയായിട്ടൊന്ന് വഴറ്റിയെടുത്താലോ? അതിനായിട്ട് ചൂടുവെള്ളം വെച്ച് തിളപ്പിക്കുക. അതിനകത്തോട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് സോയാ ചങ്ക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാവേ. തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം അത് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റണം. അതിൽ വെള്ളം നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് കളയണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട്, അതായത് ഇരുമ്പ് ചട്ടിയായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്തോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ മിക്സ് അതിനകത്ത് ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്കൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തിന് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തൊരു സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആകാനായിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. അത് എരിവ് അനുസരിച്ച് എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. പച്ചമുളക് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ മാറ്റി ഞെക്കിപ്പിഴിഞ്ഞ് വെച്ച സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് ചെറിയ തീ വെച്ചിട്ട് കുറേ നേരം ഇരുന്നാലും കുഴപ്പമില്ല. അതായത് പെട്ടെന്ന് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ആക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എപ്പോഴും ടേസ്റ്റ് ചെറിയ തീ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ്. ഈ ഒരു പരുവത്തിൽ കിട്ടും. നമുക്ക് മോരുകറിയുടെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അത് ബീഫാന്ന് പറഞ്ഞ് കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.